ഹലോ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് റൂൾസും ഫോമൊക്കെ അറിയാം. സോ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. നോക്കിയേ, ഐ വിൽ ഇൻവൈറ്റ് മിസ്റ്റർ ഗുപ്ത. ഓക്കെ, ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, മിസ്റ്റർ ഗുപ്ത ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ മിസ്റ്റർ ഗുപ്തയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മിസ്റ്റർ ഗുപ്ത, വില്ലോ ഷാളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ബി ചേർക്കണം. സോ വിൽ ബി ഇൻവൈറ്റഡ് ബൈ മീ. ഓക്കെ, ഐ മീ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ്, ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഒബ്ജക്റ്റായിട്ട് വരുന്നത്, ദ എഡിറ്റർ സബ്ജക്റ്റ്. അപ്പോൾ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് എഡിറ്റിംഗ് ആണ്. സോ കണ്ടിന്യൂസ് ആകുമ്പോൾ അതിനുശേഷം ബീയിങ് ആണ് ചേർക്കേണ്ടത്. സോ വാസ് ബീയിങ്, അതിനുശേഷം V3 ഫോമാണ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. ഓക്കെ അല്ലേ? കണ്ടിന്യൂസ് ഫോം ആയത് കാരണമാണ് ബീയിങ് ആഡ് ചെയ്തത്. വില്ലോ ഷാളോ ആണെങ്കിൽ ബി ആണ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, he has drawn 2 pictures. He has drawn 2 pictures. He subject, 2 pictures object. ഓക്കെ, ഇവിടെ 2 പിക്ചേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഹി ആയത് കാരണം നമുക്കവിടെ ഹാസ് യൂസ് ചെയ്യാം. ഇവിടെ 2 പിക്ചേഴ്സ് ആണ്, സോ ഹാവ് ആണ് വരിക. അപ്പോൾ ഹാസോ ഹാവോ വന്നിട്ടുണ്ടെങ്കിൽ ബീൻ ചേർക്കണം. സോ 2 പിക്ചേഴ്സ് ഹാവ് ബീൻ ഡ്രോൺ ബൈ ഹിം. ഓക്കെ അല്ലേ?